വേതാളം വേറൊരു കഥ പറഞ്ഞു. പണ്ട് ഒരു വനത്തിനുള്ളിൽ ജീർണിച്ച ദേവീക്ഷേത്രമുണ്ടായിരുന്നു. ക്ഷേത്രത്തിനു സമീപം ഒരു യോഗ്യവരൻ തപോനിഷ്ഠനായി കഴിഞ്ഞുകൂടിയിരുന്നു. വഴിയാത്ര ചെയ്ത് ക്ഷീണവും വിശപ്പും ബാധിച്ച ഒരു വൃദ്ധബ്രാഹ്മണൻ യോഗിവര്യന്റെ സമീപമെത്തി തളർന്നു വീണു. ബ്രാഹ്മണന്റെ അവശതയ്ക്കു കാരണം മനസ്സിലാക്കിയ സന്യാസി ശ്രേഷ്ഠൻ തന്റെ തപശക്തി കൊണ്ട് ഭക്ഷണവും ജലവും സൃഷ്ടിച്ചു നൽകി അയാളുടെ ക്ഷീണം തീർത്ത് അനുഗ്രഹിച്ചു. മാത്രമല്ല, ദിവ്യമായ ഒരു മന്ത്രവും അയാൾക്ക് ഉപദേശിച്ചു കൊടുത്തു. സന്തുഷ്ടനും സംതൃപ്തനുമായ ബ്രാഹ്മണൻ അവിടെ നിന്നും പോയി. വഴിമധ്യേ ബ്രാഹ്മണൻ താൻ പഠിച്ച മന്ത്രവും ഉരുവിട്ടുകൊണ്ട് ഒരു പൊയ്കയിൽ കുളിക്കുവാൻ ആരംഭിക്കുന്നു. അത്ഭുതം തന്നെ, തന്റെ പുത്രൻ പൊയ്കയ്ക്കടിയിൽ നിൽക്കുന്നതായി അയാൾക്ക് തോന്നി. മുങ്ങി നോക്കി, പുത്രനെ കാണാൻ സാധിച്ചില്ല. പിന്നെയും മുങ്ങാൻ തുടങ്ങുമ്പോൾ പുത്രൻ അവിടെ നിൽക്കുന്നതായി തോന്നി. വേതാളം ചോദിച്ചു, അല്ലയോ രാജാവേ, ഇതിന്റെ കാരണം എന്താണെന്ന് അങ്ങ് പറയുമോ? വിക്രമാദിത്യൻ പറഞ്ഞു, മനസ്സുറപ്പിച്ചുകൊണ്ടുള്ള ഏകാഗ്ര ധ്യാനത്തിന്റെ കുറവാണ് കാരണം. ഉടൻ തന്നെ വേതാളം ബന്ധനമുക്തനായി മുരുക്കുമരത്തിൽ ചെന്ന് തൂങ്ങിക്കിടന്നു. വിക്രമാദിത്യൻ വേതാളത്തെ വീണ്ടും ബന്ധിച്ച് ചുമലിലെത്തിക്കൊണ്ടുവന്നു. വേതാളം പുതിയൊരു കഥ പറയാൻ തുടങ്ങി. പണ്ട് മാളവദേശത്ത് ഒരു വൈദിക ബ്രാഹ്മണനുണ്ടായിരുന്നു. പേര് വേദാന്ത കേസരി. അയാൾക്ക് 4 പുത്രന്മാരുണ്ടായി. ബാല്യദശയിൽ തന്നെ അവർ ബുദ്ധിമാന്മാരാണെന്ന് പ്രവൃത്തികൾ കൊണ്ട് തെളിയിച്ചു. പിതാവ് അവർക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്തു. കുറച്ചുകാലം കൊണ്ടുതന്നെ അവർ വൈദിക വിധിപ്രകാരമുള്ള വിദ്യാഭ്യാസം പൂർത്തിയാക്കി. പിന്നീട് അത്ഭുത സിദ്ധികളുള്ള ചില വിശേഷ വിദ്യകൾ അഭ്യസിക്കുവാൻ അവർ വിദേശങ്ങളിലേക്ക് യാത്രയായി. അവർ പല നാടുകളിലും അലഞ്ഞു. യോഗ്യനായ ഒരു ഗുരുവിനെ കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. പിന്നെയും കുറെ നാളുകൾ കഴിഞ്ഞ് ഒരു യോഗ്യവര്യനെ അവർ കണ്ടുമുട്ടി. തങ്ങളുടെ ഗുരുനാഥനായി സ്വീകരിക്കുവാൻ പ്രാപ്തനായ വ്യക്തിയാണ് അദ്ദേഹമെന്ന് ചില അനുഭവങ്ങളിലൂടെ അവർ മനസ്സിലാക്കുന്നു. ക്രമേണ ഗുരുവിൽ നിന്ന് അവർ സകല വിദ്യകളും വേദാദി ശാസ്ത്രാദികളും മൃതസഞ്ജീവനി എന്ന വിശേഷ മന്ത്രവും അഭ്യസിക്കുന്നു. ഗുരുവിന്റെ അനുവാദത്തോടുകൂടി അവർ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു. വഴിമധ്യേ അവർ ഒരു കാനനം കടക്കേണ്ടതുണ്ടായിരുന്നു. അവിടെയൊരിടത്ത് ഒരു പുലിയുടെ പഴക്കം ചെന്ന അസ്ഥികൂടം കിടക്കുന്നത് അവർ കാണുന്നു. തങ്ങൾ അഭ്യസിച്ച വിദ്യകൾ പ്രയോഗിക്കുവാനുള്ള ഒരവസരം വന്നതോർത്ത് അവർ സന്തോഷിച്ചു. പുലിയുടെ അസ്ഥികൂടത്തിന് ജീവൻ നൽകുവാൻ തന്നെ അവർ തീരുമാനിക്കുന്നു. ഒരാൾ അസ്ഥികൂടത്തിൽ ഞരമ്പുകൾ സൃഷ്ടിച്ചു. രണ്ടാമൻ മാംസപേശികൾ ഉണ്ടാക്കി. മൂന്നാമൻ അവയവങ്ങൾ ഭംഗിയായി നിർമ്മിച്ചെടുത്തു. നാലാമൻ മൃതസഞ്ജീവനി മന്ത്രം ഉപയോഗിച്ച് ജീവനും നൽകി. അത്ഭുതമെന്ന് പറയട്ടെ, പുലി ജീവനോടെ എഴുന്നേറ്റ് വന്ന് സമീപത്ത് കണ്ട യുവാക്കളെ ആക്രമിക്കുവാൻ ഒരുമ്പെട്ടു. അവർ ആയുധപാണികളായതുകൊണ്ട് അപകടമൊന്നും സംഭവിച്ചില്ല. പുലി കാട്ടിനുള്ളിലേക്ക് മറഞ്ഞു. ഈ കഥ പറഞ്ഞതിന് ശേഷം വേതാളം രാജാവിനോട് ചോദിച്ചു, ഈ പുലിയെ വീണ്ടും ജീവിപ്പിച്ചതിന്റെ പാപം ആർക്കാണ്? രാജാവ് പറഞ്ഞു, അതിന് ജീവൻ നൽകിയ 4ാമത്തെ ബ്രാഹ്മണകുമാരനാണ് അതിന്റെ പാപം. ഉടനെ വേതാളം ബന്ധന വിമുക്തനായി ഓടിച്ചെന്ന് മുരുക്കുമരത്തിൽ കയറി തൂങ്ങിക്കിടന്നു.